ഇതിന്റെ ഫസ്റ്റ് ക്ലാസ് കോച്ച് വരുന്നത്. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര നമ്മുടെ വന്ദേ ഭാരത് ട്രെയിനിലാണ് കേട്ടോ. നമ്മളിന്ന് പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാസർഗോഡ് നിന്ന് കണ്ണൂർ വരെയാണ് വന്ദേ ഭാരതിൽ പോകുന്നത്. ശരിക്കും നമുക്ക് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് കാഞ്ഞങ്ങാട് ആണെങ്കിലും വന്ദേ ഭാരതിന് അവിടെ സ്റ്റോപ്പില്ല. അതായത് ഓരോ ജില്ലയിൽ മാത്രമാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ കാസർഗോഡേക്ക് വരേണ്ടി വന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ കാസർഗോഡ്. അപ്പോൾ ഉച്ചയ്ക്ക് 2:30 നമ്മുടെ ട്രെയിൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് കേട്ടോ നമുക്ക് പോകാനുള്ള ട്രെയിന്. അതുപോലെ തന്നെ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ മൊത്തം പൊളിച്ചിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ യാത്രയിൽ നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ ബോസും അതുപോലെ ബോസിൻ്റെ മോളും അവരുടെ 2 കുട്ടികളും അതുപോലെ തന്നെ കടയിലെ നമ്മുടെ 2 സ്റ്റാഫുമാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ യാത്രേൻ്റെ ഫുൾ സ്പോൺസർഷിപ്പ് നമ്മുടെ ബോസ് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ സീറ്റ് നമ്പർ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അതായത് C9 കോച്ചിൽ 21, 22, 23, 24. അപ്പോൾ നമുക്ക് ഒരേ ബാച്ചിൽ തന്നെയാണ് നമുക്ക് നമ്പർ കിട്ടിയത്, അടുത്തടുത്ത് തന്നെ. അതുപോലെ തന്നെ നമ്മുടെ സീറ്റിൻ്റെ ഫ്രണ്ട് സീറ്റിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഫുഡും കാര്യങ്ങളും കഴിക്കാനുള്ള സൗകര്യം, അതുപോലെ തന്നെ ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ക്ലീനിങ്ങിൻ്റെ കാര്യമാണെങ്കിൽ വളരെ നീറ്റാണ് കേട്ടോ. ബാത്റൂമും കാര്യങ്ങളാണെങ്കിലും അതുപോലെ തന്നെ വാഷ് ബേസിനും കാര്യങ്ങളും വളരെ നീറ്റായിട്ടാണ് ഇതിനകത്തുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ സീറ്റിലേക്ക് ഒരു പത്രവും അതുപോലെ തന്നെ ഒരു കുപ്പി വെള്ളമാണ് കിട്ടുക. അങ്ങനെ നമ്മുടെ ട്രെയിൻ നമ്മുടെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 1 മണിക്കൂറാണ് നമുക്ക് കണ്ണൂരേക്ക് വരിക. 2:30 ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. 3:30 നമ്മുടെ ട്രെയിൻ അവിടെ എത്തുക. അതുപോലെ തന്നെ ഇതിൽ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് വളരെ കുറവാണ്. അതുപോലെ തന്നെ പോകുന്ന സമയത്ത് കുലുക്കവും വളരെ കുറവാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ബോഗിയിലും നമുക്കൊരു മോണിറ്റർ ഉണ്ട്. അപ്പോൾ നമ്മുടെ ട്രെയിൻ എവിടെ എത്തി എന്നുള്ളതും അടുത്ത സ്റ്റേഷൻ ഏതാണെന്നുള്ളതും അതുപോലെ തന്നെ ട്രെയിനിൻ്റെ വേഗത എത്രയാണെന്നുള്ളതൊക്കെ നമുക്ക് ഇതിനകത്ത് മനസ്സിലാവും. ഇതാണ് കേട്ടോ ഇതിൻ്റെ മോണിറ്റർ വരിക. അടുത്ത സ്റ്റേഷൻ കണ്ണൂരാണ്. അതുപോലെ തന്നെ ഇപ്പോൾ 109 കേട്ടോ അതിൻ്റെ വേഗത കാണിക്കുന്നത്. അതുപോലെ തന്നെ വളരെ നീറ്റാണ് കേട്ടോ ഇതിനകം. അതുപോലെ തന്നെ തിരക്കും വളരെ കുറവാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോഗിയിൽ നിന്ന് അടുത്ത ബോഗിയിലേക്ക് പോവാം. സെൻറ്ററിൽ നമുക്ക് ഗ്യാപ്പ് വരുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ ഇതാണ് കേട്ടോ ഇതിൻ്റെ AC കോച്ച് വരുന്നത്. ഫുള്ളായിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ അതിൻ്റെ സീറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് നമുക്ക് സൈഡിലുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് പോകാൻ പറ്റുന്ന രീതിയിലാണ് എല്ലാ സീറ്റും സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ക്ലാസ് കോച്ച് വരുന്നത്. അപ്പോൾ ഇവിടെയാണ് ശരിക്കും പോകുന്നത്. അങ്ങനെയുള്ള ആളുകളൊക്കെ ശരിക്കും പോകുന്നത്. നമ്മുടെ വോയിസ് ശരിക്കും ക്ലിപ്പ് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നമുക്ക് ശരിക്കും പറഞ്ഞാൽ C9 കിട്ടിയത്. അപ്പോൾ നമുക്ക് തിരക്ക് കുറവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് തിരക്ക് കുറവുള്ളത് കൊണ്ടാണ് കേട്ടോ നമുക്ക് അതിൻ്റെ അകത്തൊക്കെ കയറി വീഡിയോ എടുക്കാനുള്ള ചാൻസ് കിട്ടിയത്. എൻ്റെ ഫസ്റ്റത്തെ യാത്രയാണ് കേട്ടോ നമ്മുടെ വന്ദേ ഭാരതിൽ. അപ്പം ലോങ് യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു, കാരണം നമുക്ക് വന്ദേ ഭാരതാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഉറങ്ങി യാത്ര ചെയ്യാനും അതുപോലെ തന്നെ സൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ വന്ദേ ഭാരതാണെന്ന് തോന്നി. ശരിക്കും ലൈഫിൽ എല്ലാവരും ഇത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വ്ലോഗിൽ കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് കണ്ണൂരിലുള്ള ഒരു ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് കേട്ടോ. നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലേക്ക്. അതായത് റെയിൽവേ സ്റ്റേഷനിൽ ഏകദേശം ഒരു 1/4 മണിക്കൂറത്തെ യാത്രയുണ്ട് ബസ്സിൽ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ലൈക്ക് കൂടി ചെയ്യുക. ഇതാണ് കേട്ടോ ഹൈപ്പർ മാർക്കറ്റ്.
അത്യാവശ്യം നല്ല തിരക്കുള്ള സമയത്ത് തന്നെ കേട്ടോ നമ്മൾ പോയത്. അതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൂട്ട്സും അതുപോലെ പച്ചക്കറിയും അതുപോലെ ബേക്കറി ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ്, ഫുഡിൻ്റെ കാര്യങ്ങളാണ് മെയിനായിട്ട്, അതായത് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത്. ഇതാണ് കേട്ടോ ഇതിൻ്റെ സെക്കൻഡ് ഫ്ലോർ വരിക. സെക്കൻഡ് ഫ്ലോർ കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഉള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഡ്രസ്സിന് ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. 50% ഓഫറും അതുപോലെ തന്നെ കുറഞ്ഞ റേറ്റിനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ നമുക്ക് പൈസയൊക്കെ ആയിട്ട് വരുന്നതാണെങ്കിൽ നല്ല രീതിയിൽ പർച്ചേസ് ചെയ്തിട്ട് പോകാൻ പറ്റുന്നതാണ്. ജെൻസിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ ലേഡീസിൻ്റെ ആണെങ്കിലും ഒരുപാട് കളക്ഷൻസ് ഞാൻ അവിടെ കണ്ടിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ തേർഡ് ഫ്ലോർ വരുന്നത് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാനുള്ള രീതിയിലാണ് കേട്ടോ. അതായത് എല്ലാ രീതിയിലുള്ള ഫുഡും നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ് കേട്ടോ. ഇവിടെ നിന്ന് തന്നെ വാങ്ങുകയും അതുപോലെ തന്നെ അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് കൂടി ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഓക്കെ, ടാറ്റാ.